ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എർത്ത് ഫുഡ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു കുക്കിങ്ങാണ്. എന്താ വെച്ചാൽ കുറച്ച് ആട്ടും സൂപ്പ് കഴിച്ചാലോ എന്ന് തോന്നി. അപ്പോൾ അതുണ്ടാക്കാനുള്ള പരിപാടികളാണ് കേട്ടോ. അപ്പോൾ കാലത്ത് തന്നെ ഞാൻ പോയി അവിടുന്ന് നമ്മുടെ കശാപ്പയിൽ നിന്ന് അവിടുന്ന് ആട്ടിൻ്റെ കാല് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കതിന് ഉണ്ടാക്കുന്ന പരിപാടികളൊക്കെ ചെയ്യാം. നൊസ്റ്റാൾജി കേട്ടോ, നല്ല ഇലയിലൊക്കെ പൊതിഞ്ഞിട്ടാണ് അവർ തന്നിരിക്കുന്നത്. അത് നമുക്ക് നോക്കി നോക്കാം എങ്ങനെ സംഭവങ്ങൾ ഉണ്ടാക്കുന്നത്. നമ്മൾ കാലത്ത് ആടിൻ്റെ കാല് നമ്മൾ കാലത്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായി, അത് വെക്കാൻ പോകാം. അത് വെള്ളം തിളച്ചു അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. ആടിൻ്റെ കാല് സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആട്ടിറച്ചിയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആടിൻകാലിൻ്റെ സൂപ്പ് ഉണ്ടാക്കാനായിട്ടാണ്. മറ്റേ എല്ലുവേദന, പിന്നെന്താ മസിലിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെയാണ് കൂടുതലായിട്ട് ആട്ടിറച്ചിക്ക് ഉപയോഗിക്കുന്നത്. എല്ലിന് ബലം കൂട്ടാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ അപ്പോൾ സൂപ്പ് ഉണ്ടാക്കി കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിലേക്ക് ഇടാൻ പോണ സാധനങ്ങൾ, ഇതിൻ്റെ പേരൊന്നും എനിക്ക് അറിയില്ല. അതിൻ്റെ പേര് ബേ ലീവ്സ് എന്നാണ് പറയുന്നത്. ഇത് കറുകപ്പട്ട, വലിയ ജീരകം, പെരിഞ്ചീരകം, ഇത് കുരുമുളക് കേട്ടോ. അത് കുരുമുളക് ആവശ്യത്തിന്. അപ്പോൾ അതെല്ലാം കൂടി ഇട്ടിട്ട് ഇപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇത് ഒരു 300 ഗ്രാമോളം കാലാണുള്ളത്. അതൊരു ആടിന് 4 കാലുണ്ട്, 300 ഗ്രാമോളം ഉണ്ട്. പിന്നെ 5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇതിനകത്തേക്ക്. അപ്പം ഇനി ഇതെല്ലാം കൂടി ഇട്ടിട്ട് പിന്നെ ഇനി എന്താ ഇടാനുള്ള, വെളുത്തുള്ളിയും ഉള്ളിയും ചതച്ചതിൻ്റെ പീസ്. പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചതിൻ്റെ പീസ് ഉണ്ട് കേട്ടോ. അവിടെ ഇട്ടിട്ട് തിളപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിനൊരു 1-1.5 മണിക്കൂർ ഇവിടെ കിടന്ന് തിളയ്ക്കണം. അപ്പോൾ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് നോക്കാം. മണ്ണിൻ്റെ കലത്തിലാണ് ഇപ്പോൾ കഴിക്കുന്നത്. അപ്പോൾ അത് തിളച്ച് വെള്ളം വറ്റി എത്രയാവണം? അത് 2 ഗ്ലാസ് അല്ലെങ്കിൽ 1.5. അപ്പോൾ ഇത് തിളച്ച് വറ്റി 1.5 ഗ്ലാസ് ആകുന്നവരേക്ക് ഇത് തിളയ്ക്കണം. ഒന്ന് ഇളക്കി കൊടുക്കും. ഇവിടെ കണ്ടിട്ട് എന്താ കണ്ടത്, ഇതൊക്കെ നമ്മുടെ കൃഷിയിൽ നിന്നുള്ള സംഭവങ്ങൾ തന്നെയാണ്. ജാതിക്കയുടെ കുരു, ജാതിക്കയുടെ പത്രി, കൊപ്ര, അടയ്ക്ക, എല്ലാം ഇതിൻ്റെ സൈഡിലാണ്. പണ്ടത്തെ വിളക്ക് ഒന്നും പുറത്ത് ഇട്ടിട്ട് ചൂട് കളിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഗ്യാസിൽ വെക്കണമെങ്കിൽ ഗ്യാസിൽ വെക്കാം കേട്ടോ. പക്ഷെ നമ്മളിത് കൂടുതലും അടുപ്പിൽ വെക്കുന്നതാണ്. കാരണം കൂടുതൽ സമയം എടുക്കുന്നുണ്ട്. പിന്നെ തീ കുറച്ചിട്ടൊക്കെ ഇതാക്കണം. ഇനിയിപ്പോൾ വെറുതെ ഇങ്ങനെ തിളച്ച് നിന്നാൽ മതി. ജസ്റ്റ് ഒന്ന് തിളച്ചതിന് ശേഷം പിന്നെ തീ കുറച്ചിട്ടാണ് 1.5 മണിക്കൂർ വേവിക്കുക. ഒന്ന് നെയ്യ് നമ്മൾ മിൽമയുടെ നെയ്യാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 സ്പൂൺ നെയ്യും കൂടി വേണം. നെയ്യ് ഇത് നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയും കാച്ചാൻ പോകാട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേണം, കളറിന് വേണ്ടിയിട്ട് കേട്ടോ മഞ്ഞൾപ്പൊടി ഇടുന്നത്. വേറെ ഇതൊന്നുമില്ല. കുറച്ചിട്ടാണ്. ഇനി ഇളക്കുക നമ്മൾ കേട്ടോ. നമ്മുടെ സൂപ്പ് റെഡി. അപ്പോൾ എല്ലാവരും കളറൊക്കെ മഞ്ഞായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് മഞ്ഞൾപ്പൊടി ഇടുന്നത്. നമ്മൾ നേരത്തെ ശ്രദ്ധിച്ചറിയാം, ഈ ഇതിൻ്റെ കലത്തിൻ്റെ പകുതി മേൽവാശം നിറയാൻ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. വെറ്റി പടിയിലെത്തി. കനലൊക്കെ ഏകദേശം കനൽ കണ്ടോ, കനൽ മാത്രമാണ്. കനലിൽ കിടന്നിട്ടാണ് വേഗം വെന്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം പരിപാടികൾ കഴിഞ്ഞു. ഇനി നമുക്ക് കഴിക്കാനുള്ള പരിപാടി നോക്കാം. ഇപ്പോൾ നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി സൂപ്പാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആദ്യം വിലയൊന്നും വരുന്നില്ല കേട്ടോ. ഇവിടെ 1 കിലോയ്ക്ക് 1 കിലോ അല്ല, ഈ കാലിന് 200 രൂപയായിരുന്നുള്ളൂ. പിന്നെ അത്യാവശ്യം നെയ്യും പിന്നെ ഇതൊക്കെയല്ലേ വേണ്ടു. എല്ലാം കൂടി 1,500 രൂപയുടെ ചിലവുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കാം, ആരോഗ്യമുള്ള ഭക്ഷണം കഴിക്കാം. അപ്പോൾ അങ്ങനെ